വെൽക്കം ബാക്ക് ടു എജുപ്പോൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ നോട്ട്സ് ലഭിക്കാമെന്ന് അറിയാലോ. ഓക്കെ, +1 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യുക കേട്ടോ. ദെൻ നിങ്ങൾക്ക് ഡെയിലി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ തന്നെ നോട്ട്സ് ലഭിക്കും. ദെൻ സോഷ്യോളജിയുടെ വളരെ സൂക്ഷ്മമായി തയ്യാറാക്കിയിട്ടുള്ള മൈക്രോ ബിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഓൾ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യട്ടോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക്കാണ് അനലൈസ് ദ റോൾ ഓഫ് ബോത്ത് ദി ഇൻ്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ കണ്ടീഷൻ ഇൻ ദി മേക്കിംഗ് ഓഫ് സോഷ്യോളജി. സമൂഹശാസ്ത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭൗതിക ആശയങ്ങൾക്കും ഭൗതിക സാഹചര്യങ്ങൾക്കുമുള്ള പങ്ക് വിശകലനം ചെയ്യുക. അപ്പോൾ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ കണ്ടീഷൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സോഷ്യോളജി. എമർജ്ഡ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ഡ്യൂ ടു ദ combined influence of intellectual ideas and material condition in Europe during the 18th and 19th century. അപ്പോൾ സാമൂഹ്യ ശാസ്ത്രം സോഷ്യോളജി ഒരു സ്വതന്ത്ര ശാസ്ത്രശാഖയായി രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഭൗതിക ആശയങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങളുടെയും അല്ലെ അതിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ 19th and 18th സെഞ്ച്വറിയിലാണ് സോഷ്യോളജി എന്നൊരു സ്റ്റഡി, ഒരു പഠന വിഷയം എമർജ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻ്റലക്ച്വൽ ഐഡിയാസിൻ്റെ റോൾസ് എന്തൊക്കെയാണ്? ഒന്ന് എൻലൈറ്റ്മെൻ്റ് ആണ് അല്ലേ, അറിയാലോ എൻലൈറ്റ്മെൻറ്റ്, ഭൗതിക ഉണർവ്. ദെൻ ദ തിങ്കിങ് എൻകറേജ്ഡ് റീസൺ റാഷണലി ആൻഡ് സയൻറ്റിഫിക് ഇൻക്വയറി ഇൻസ്റ്റെഡ് ഓഫ് സൂപ്പർസ്റ്റിഷൻ ആൻഡ് ട്രഡീഷൻ. ഇവിടെ യുക്തിവാദത്തിനും ശാസ്ത്രീയ ചിന്തയ്ക്കും ഇവിടെ എൻലൈറ്റ്മെൻറ്റ് ഭാഗമായിട്ട് പ്രാധാന്യം നൽകുന്നുണ്ട്. ദെൻ ഇൻ്റലക്ച്വലിൻ്റെ റോള് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഒന്നെന്താണ്, thinkers begin to believe that society could be studied scientifically just like natural science. ഇവിടെ സമൂഹത്തെ പ്രകൃതിശാസ്ത്രങ്ങളെ പോലെ ശാസ്ത്രീയമായി പഠിക്കാമെന്ന ഒരു ആശയം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ആൻഡ് പുരോഗതി, സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹിക പരിഷ്കരണം എന്നീ ആശയങ്ങളും സാമൂഹ്യ ശാസ്ത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആൻഡ് അഗസ്റ്റ് കോംറ്റെ പോലെയുള്ള, അറിയാലോ ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റ് കോംറ്റെ പോലെയുള്ള ചിന്തകർ സമൂഹ പഠനത്തിന് ശാസ്ത്രീയ രീതികൾ ആവശ്യമാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്, ഇൻ്റലക്ച്വൽ കണ്ടീഷൻ്റെ ബേസ്ഡ് ആയിട്ട് സ്വാധീനിച്ച കാര്യങ്ങളാണ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മെറ്റീരിയൽ കണ്ടീഷൻസ് ആണ്. ഓക്കെ, റോൾ ഓഫ് മെറ്റീരിയൽ കണ്ടീഷൻസ്. ദെൻ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അറിയാലോ വ്യവസായ വിപ്ലവം അല്ലെ, വ്യവസായ വിപ്ലവം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ലീഡ് ടു ദ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം. ദെൻ വ്യവസായ വിപ്ലവം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, മൂലധന വ്യവസ്ഥ എന്നിവ വളർത്തി. ദെൻ ട്രഡീഷണൽ social structure broke down, creating new social problems like poverty, unemployment and class conflict. പരമ്പരാഗത സാമൂഹിക ഘടനകൾ തകർന്നതോടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വർഗ സംഘർഷങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം എന്തിന് കാരണമായിട്ടുണ്ട്? സോഷ്യോളജി എന്നൊരു സബ്ജക്റ്റ് ഉയരാൻ അതൊരു റീസൺ ആയിട്ടുണ്ട്. ദെൻ മാറ്റങ്ങൾ, സമൂഹ മാറ്റങ്ങളെ മനസ്സിലാക്കുവാനും അത് ആവശ്യം ഉയർത്തി. ദെൻ പുതിയ ആശയങ്ങളും സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളും ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സോഷ്യോളജി എമേർജ് ചെയ്തിട്ടുള്ളത്. അല്ല ചുമ്മാ അങ്ങോട്ട് ഉണ്ടായിട്ടുള്ളതല്ല, അതിനെ ഉണ്ടാകുവാൻ വേണ്ടി, എമേർജ് ചെയ്യുവാൻ വേണ്ടി ഫോം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 18th and 19th സെഞ്ച്വറിയിലാണിത് എമേർജ് ചെയ്തിട്ടുള്ളതെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി നോക്കാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്താണ് സോഷ്യോളജി, എന്താണ് സൈക്കോളജി? അറിയാലോ, സോഷ്യോളജി is a study of scientific study of society, social relationship,
സോ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ പ്രോസസ്സ്. സൈക്കോളജി എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ്, ഹ്യൂമൻ ബിഹേവിയർ. Then it's a focus on individual behavior, mental process, emotions, intelligence, learning and personality. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ എന്താണ്? സയൻറ്റിഫിക് സ്റ്റഡിയാണ് സമൂഹത്തെക്കുറിച്ചും സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു സ്റ്റഡിയാണ്. എന്നാൽ സൈക്കോളജി എന്താണ്? ഒരു വ്യക്തിയുടെ അല്ലെ വ്യക്തികളുടെ അവരുടെ എന്താ ഹ്യൂമൻ മൈൻഡ്, ബിഹേവിയർ, അവൻ്റെ ഒരു ഇൻ്റലക്ച്വലി, ദെൻ ഇമോഷൻസ്, ഇൻ്റലിജൻസ്, ഇതൊക്കെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണെന്നാണ് സൈക്കോളജി. എന്നാൽ സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. Sociology studied society and group behavior, while psychology studied the individual behavior. Sociology ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഒരു ബിഹേവിയർ ആണ് സ്റ്റഡി ചെയ്യുന്നത് എങ്കിൽ ഇവിടെ സൈക്കോളജി എന്താ ചെയ്യുന്നത്? ഒരു വ്യക്തികളുടെ മാത്രമല്ല ഓരോരുത്തരുടെ ഒരു ബിഹേവിയർ ആണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്? സാമൂഹിക ഗ്രൂപ്പിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്താണ്? ഒരു സാമൂഹിക ഗ്രൂപ്പ് എന്നത് പരസ്പര ഇടപെടലുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളുടെ ഒരു കൂട്ടമാണ് ഏത്? സോഷ്യൽ ഗ്രൂപ്പ് അല്ലേ? യെസ്. ഒരു സാമൂഹിക ഗ്രൂപ്പിൻ്റെ പ്രധാന സവിശേഷത നമുക്ക് ഇൻട്രാക്ഷൻ. ഓക്കെ, ഒരു പരസ്പര ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കും. മെമ്പേഴ്സ് ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ റെഗുലർലി, അത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്ലി. ഇവിടെ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ സ്ഥിരമായി നേരിട്ടോ പരോക്ഷമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ദെൻ കോമൺ ഗോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ഒരു കോമൺ ഗോൾ ലക്ഷ്യം അവർക്ക് ഉണ്ടായിരിക്കും. ഇവിടെ ഗ്രൂപ്പിലെ അംഗങ്ങളെ ഒന്നിപ്പിക്കുന്ന പൊതുവായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. ദെൻ സെൻസ് ഓഫ് യൂണിറ്റി, ഒരു എന്നൊരു ഫീലിംഗ് അവിടെ ഉണ്ടായിരിക്കും. ദെൻ ഒരു ഏകത ബോധമുണ്ടായിരിക്കും. ഷെയർഡ് നോംസ് ആൻഡ് വാല്യൂസ്, എന്താണ് ആചാരങ്ങളും മൂല്യങ്ങളും അവിടെ എന്ത് ചെയ്യുന്നു? ഒരുപോലെ ഷെയർ ചെയ്യുന്നുണ്ടാകും. സ്റ്റേബിലിറ്റി ആൻഡ് കണ്ടിന്യൂണിറ്റി, ഇവിടെ സ്ഥിരതയും തുടർച്ചയും അവിടെ ഉണ്ടായിരിക്കും. Then peer group influenced by your life. എങ്ങനെയാണ് സമപ്രായക്കാർ ജീവിതത്തെ സ്വാധീനിക്കുന്നത് നമുക്ക് നോക്കാം. ദെൻ അതിലൊന്നാണ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആണ്, പെരുമാറ്റവും മനോഭാവങ്ങളും. ഇവിടെ ഇപ്പോൾ ഈ പിയർ ഗ്രൂപ്പ്സ് സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ സ്ഥിരമായിട്ട് ഇടപെടലുകളും അനുകരണവും വഴി പെരുമാറ്റവും മനോഭാവങ്ങളും അവിടെ എന്ത് ചെയ്യാൻ രൂപപ്പെടാതെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്, വ്യക്തിത്വ വികസനമാണ്. അപ്പോൾ ഈ പിയർ ഗ്രൂപ്പുകളുമായുള്ള ഇടപെടലിലൂടെ കുട്ടികൾക്കിടയിൽ ആത്മവിശ്വാസം, സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമെടുക്കൽ, തുടങ്ങിയ കഴിവ് എന്നിവ അത് വളർത്തിയെടുക്കുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷണൽ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കിടയിൽ പഠനത്തിൽ ഉത്സാഹം നൽകുകയോ ചിലപ്പോൾ ചില സമയങ്ങളിൽ പഠനത്തിൽ നിന്നും വഴി തിരിച്ചു പോവുകയോ ചെയ്യാറുണ്ട്. ദെൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് വാല്യൂസ് ആണ്, ജീവിതശൈലിയും മൂല്യങ്ങളും നമുക്ക് നോക്കാം. ഇവിടെ വേഷം, ഭക്ഷണശീലം, ഭാഷ, ജീവിതശൈലി എന്നിവയിൽ പിയർ ഗ്രൂപ്പുകളുടെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇമോഷണൽ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ മാനസിക പിന്തുണ എന്തൊക്കെയാണ്? അപ്പോൾ ഈ സൗഹൃദത്തിലൂടെയും മാനസിക പിന്തുണയിലൂടെയും ചേർന്നിരിക്കുന്നതിൻ്റെ ബോധം എന്നിവ നൽകുന്നതിലൂടെ അവർക്കൊരു ഏകാന്തത ഒരു ഒറ്റപ്പെട്ടൊരു ഫീൽ അവിടെ ഉണ്ടാവുകയില്ല. ദെൻ സോഷ്യൽ സ്കില്ല് നോക്കുകയാണെങ്കിലോ ഇപ്പോൾ ഇവിടെ അവർക്കിടയിൽ ഒരു സഹകരണം, പൊരുത്തപ്പെടൽ, ആശയവിനിമയം, സംഘർഷ പരിഹാരം തുടങ്ങിയ സാമൂഹിക കഴിവുകൾ പഠിക്കുവാൻ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ പോയിന്റും വിശദമായിട്ട് പഠിക്കുക. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഓറിയൻറ്റേഷൻ ഫാമിലി ആൻഡ് പ്രോക്രിയേഷൻ ഫാമിലി? അറിയാലോ, എന്താണ് ഓറിയൻറ്റേഷൻ ഫാമിലി? നോക്കാം.
The family of orientation is the family into which a person is born. ഇവിടെ ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബമാണ് എന്ത് പറയുന്നത്? ഓറിയന്റേഷൻ കുടുംബം. ഫോർ എക്സാമ്പിൾ, അതിൽ മാതാപിതാക്കൾ ഉണ്ടാകും, സഹോദരങ്ങൾ എന്നിവരായിട്ട് അതിൽ പ്രധാനപ്പെട്ട അംഗങ്ങൾ. എന്നാൽ പ്രോക്രിയേഷൻ ഫാമിലി എന്ന് പറയുമ്പോൾ വിവാഹബന്ധത്തിലൂടെ ലഭിക്കുന്ന ഒരു വ്യക്തി രൂപപ്പെടുന്ന കുടുംബമാണ് എന്ത് പറയുന്നത്? പ്രോക്രിയേഷൻ ഫാമിലി. ഇവിടെ ഭർത്താവ്, ഭാര്യ, കുട്ടികൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട അംഗങ്ങൾ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്? ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഇവിടെ പൗരന്മാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമത്തിന് സർക്കാർ, ഗവൺമെൻറ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന രാഷ്ട്രമാണ് ഏത് പറയുന്നത്? ക്ഷേമരാഷ്ട്രം. ഓക്കെ, വെൽഫെയർ സ്റ്റേറ്റ്. ഇവിടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷ, തൊഴിൽ സഹായം, ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങൾ ഇവിടെ സർക്കാർ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്. നോക്കാം. അതിലൊന്നെന്താണ്? ഒരു ആധുനിക രാഷ്ട്രത്തെ, ഒരു മോഡേൺ സ്റ്റേറ്റിനെ പരമ്പരാഗത ഭരണ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില പ്രധാനപ്പെട്ട സ്ഥാപിച്ച് നോക്കാം. ഒന്ന്, നിശ്ചിത ഭൂപ്രദേശം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ആ ഭൂപ്രദേശത്തിന് എന്തുണ്ടായിരിക്കും? ആധുനിക രാഷ്ട്രത്തിന് വ്യക്തമായിട്ടുള്ള ഭൂഗോള അതിർത്തികൾ ഉണ്ടായിരിക്കും. ആ അതിർത്തിക്കുള്ളിൽ നിശ്ചിതമായിട്ടുള്ള ജനസംഖ്യ, അല്ലെ, സ്ഥിരമായിട്ട് താമസിക്കുന്ന ജനങ്ങളുണ്ടായിരിക്കും. ദെൻ ഒരു സോവേണിറ്റി, അല്ലെ, പരമാധികാരം. അപ്പോൾ ഈ ഒരു ആഭ്യന്തര കാര്യങ്ങളിൽ പോലും പരമാധികാരവും ബാഹ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യവും ഇതിന് ഉണ്ടായിരിക്കും. ദെൻ ഗവൺമെൻറ് ആൻഡ് ലോ ആണ് ഭരണകൂടവും നിയമവും. ഇവിടെ നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ക്രമബദ്ധമായ ഭരണകൂടമാണ് ഏത്? ആധുനിക രാഷ്ട്രത്തിന് ഉണ്ടാവുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് എ കൾച്ചറൽ ലാഗ് എന്ന് നോക്കാം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മെറ്റീരിയൽ കൾച്ചർ അറിയാലോ, ഏതൊക്കെ വരുന്നുണ്ട്? ഇപ്പോൾ ടെക്നോളജി, ഇന്നോവേഷൻസ് ഒക്കെ എന്താണ്? മെറ്റീരിയൽ കൾച്ചർ. പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്ന, പെട്ടെന്നൊരു ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് ഏത്? മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. എന്നാൽ നോൺ മെറ്റീരിയൽ കൾച്ചർ പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വാല്യൂസ്, ബിലീഫ്സ്, ട്രഡീഷന്, അതുപോലെ നോംസ്, ഓക്കെ, ലോ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു വാല്യൂ, അവിടുത്തെ ഒരു ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പാരമ്പര്യം, അത് മാറാന്ന് പറഞ്ഞാൽ മാറ്റം ഉണ്ടാവുക പെട്ടെന്ന് മാറുമോ? ഇല്ല, വളരെ വളരെ സ്ലോലി ആവും ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ മെറ്റീരിയൽ കൾച്ചറിനും ഈ നോൺ മെറ്റീരിയൽ കൾച്ചറിനും ഇടയിൽ വരുന്നൊരു ഗ്യാപ്പ് ഉണ്ടാക്കും, അല്ലേ? ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്, സോഷ്യോളജിസ്റ്റാണ് വില്യം എഫ് ഒക്ബേൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ സോഷ്യൽ ചേഞ്ച്? ഡിസ്കസ് എവല്യൂഷണറി ആൻഡ് റെവല്യൂഷണറി ചേഞ്ചസ്. അപ്പോൾ സാമൂഹിക മാറ്റം എന്താണ്? അതിൻ്റെ പരിണാമപരവും വിപ്ലവകരവുമായ മാറ്റങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്താണ് കൾച്ചറൽ ചേഞ്ച് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാലയളവിൽ, ഒരു കാലയളവിൽ ഒരു സമൂഹത്തിലെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, വസ്തു സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ എന്താ പറയാറുള്ളത്? സാംസ്കാരിക മാറ്റം എന്ന് പറയാറുള്ളത്. എന്നാൽ റെവല്യൂഷണറി, വിപ്ലവകരമായിട്ടുള്ള സാംസ്കാരിക മാറ്റം എന്ന് പറയുകയാണെങ്കിലോ, നോക്കൂ, അപ്പോൾ വളരെ വേഗത്തിലും പെട്ടെന്നുമുള്ള ആഴത്തിലുള്ള മാറ്റങ്ങളിലും വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പറയാറുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമൂഹത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഇത് ഉണ്ടാക്കാറുണ്ട്. ദെൻ ഫോർ എക്സാമ്പിൾ എന്താണ്? ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റവല്യൂഷൻ ആൻഡ് ഡിജിറ്റൽ, ഡിജിറ്റൽ ടെക്നോളജിക്കൽ റെവല്യൂഷൻ, ഇതൊക്കെ എന്താണ്? ഇതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാം. ഇനി എവല്യൂഷണറി കൾച്ചറൽ ചേഞ്ച് നോക്കാം.
Then, evolutionary change is slow, gradual and continuous change in cultural over a long period of time. It occurs step by step and does not disturb society suddenly. ഇവിടെ വികാസാത്മക സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത് ദീർഘകാലത്തേക്ക് പതുക്കെ ഘട്ടഘട്ടമായി ഉണ്ടാകുന്ന സാംസ്കാരിക മാറ്റമാണ് ഏത് പറയുന്നത് എവല്യൂഷണറി ചേഞ്ച് അല്ലെങ്കിൽ വികാസാത്മക മാറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഇത് സമൂഹത്തെ പെട്ടെന്ന് എന്താക്കുന്നില്ല, സ്ഥിരമാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ കുടുംബഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭാഷയിലെയും ആചാരങ്ങളിലെയും ക്രമാനുസൃതമായ മാറ്റം നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വാട്ട് ആർ ദ സോഷ്യലൈസേഷൻ ഏജൻസീസ്. മക്കളെ എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കുക ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സാമൂഹ്യവൽക്കരണ ഏജൻസികൾ ഏതൊക്കെയാണ്? കാണാപ്പാഠമല്ല, ഏതൊക്കെയാണ്? ഫാമിലി ദെൻ സ്കൂൾ ആൻഡ് വേഗം പറ ഫാമിലി, സ്കൂള്, പിയർ ഗ്രൂപ്പ് ആൻഡ് മാസ് മീഡിയ. സെറ്റാണല്ലോ? കമൻറ്റിൽ അറിയിക്കാം കേട്ടോ, ഏതൊക്കെയാണെന്നുള്ള കമൻറ്റിലൂടെ എന്ത് ചെയ്യുക, അറിയിക്കാം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫാമിലി. ഫാമിലി ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏജൻസി. Then parents are the key socializing agent. ഒരു മനുഷ്യൻ സോഷ്യലൈസ്ഡ് ആവുക എന്ന് പറയുന്നത് അയാൾ ജനിക്കുന്നത് മുതൽ അല്ലെ ഓരോ ദിവസങ്ങൾ എന്താവുന്നുണ്ട്, സോഷ്യലൈസ്ഡ് ആവുന്നുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്തല്ല, ഇത് സ്റ്റോപ്പ് ആവുന്നില്ല അല്ലെ. ഒരു മനുഷ്യൻ ജനിച്ച് അവൻ്റെ മരണം വരെ എന്താവണേ, സോഷ്യലൈസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. അത് സ്റ്റോപ്പ് ആവുന്നില്ല അല്ലെ, നിങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബവും കുടുംബത്തിൻ്റെ പ്രദേശവും സാമൂഹിക വർഗവും സാമൂഹികവൽക്കരണത്തെ അത് സ്വാധീനിക്കാറുണ്ട്. ആൻഡ് കുട്ടികളുടെ പെരുമാറ്റ രീതികൾ സ്വീകരിക്കുന്നത് മാതാപിതാക്കന്മാരിൽ നിന്നോ അയൽപ്പക്കത്തെ സമുദായങ്ങളിൽ നിന്നോ ആയിരിക്കും. മറ്റത് പിയർ ഗ്രൂപ്പാണ്. അറിയാലോ പിയർ ഗ്രൂപ്പ്? യെസ്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഓഫ് എ സിമിലർ ഏജ്. ഇവിടെ ചെറിയ കുട്ടികൾ ഇടയിലുണ്ടാകുന്ന സൗഹൃദ ബന്ധങ്ങൾ തുല്യമായിരിക്കും. സമപ്രായക്കാരുമായുള്ള ബന്ധം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ലുടനീളം വലിയ സ്വാധീനം അത് ചെലുത്താറുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവം, ജീവിതശൈലി, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ ഇതിലൂടെ രൂപപ്പെടുത്തുന്ന പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവം, ജീവിതശൈലി, ഇത് കണ്ടിന്യൂ ചെയ്തതാണ്. നെക്സ്റ്റ് സ്കൂളാണ്. സ്കൂൾ ഈസ് എ ഫോർമൽ ഓർഗനൈസേഷൻ. ദെൻ സ്കൂൾ ആർ ഏജൻസി ഓഫ് സോഷ്യലൈസ് ഇൻ മോർ suitable manner. School as a teach gender role among students. Next, mass media is an essential part of our everyday life. Then both electronic and print media have a great importance. Then the media can make the courses information more democratic. Next, question it's very important. The participant observation method in sociology and social anthropology. സാമൂഹ്യ ശാസ്ത്രത്തിലും സാമൂഹിക നരവംശ ശാസ്ത്രത്തിലും പങ്കാളി നിരീക്ഷണ രീതി എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, എന്താണ് the participant observation is a qualitative research method used in sociology and social anthropology, in which the researcher actively participates in the daily life of the community or group being studied will systematically observing their social behavior, custom and interaction in their natural settings. ഇവിടെ സാമൂഹ്യ ശാസ്ത്രത്തിലും സാമൂഹിക നരവംശ ശാസ്ത്രത്തിലും ഉപയോഗിക്കുന്ന ഒരു ഗുണപരമായ ഗവേഷണ രീതിയാണ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഗവേഷകൻ പഠിക്കുന്ന അവൻ സ്റ്റഡി നടത്തുന്ന സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെയോ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും അവരുടെ സ്വാഭാവിക പാശ്ചാത്തലത്തിലെ സാമൂഹിക പെരുമാറ്റം, ആചാരങ്ങൾ, ഇടപെടുന്ന വ്യവസ്ഥകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നോക്കുക കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് സർവേ മെത്തേഡ് ഫോർ സോഷ്യോളജിക്കൽ റിസർച്ച്. അപ്പോൾ ഒരു സോഷ്യോളജിക്കൽ റിസർച്ച് നടത്തുമ്പോൾ ഒരു സർവേ മെത്തേഡ് രീതി എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ദെൻ സർവേ മെത്തേഡ് അറിയാലോ, ഒരുപാട് ഒരു കൂട്ടം ആളുകളിൽ നിന്നും നമ്മൾ എന്ത് ശേഖരിക്കുക, വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സമൂഹശാസ്ത്ര ഗവേഷണ രീതിയാണ് ഇത് പറയുന്നത് സർവേ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെ, ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ അഭിമുഖം ഇന്റർവ്യൂയിലൂടെയോ ദെൻ ഓൺലൈൻ ഫോമുകളിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു സർവേ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, സമീപനങ്ങൾ, പെരുമാറ്റം, വ്യക്തിഗത സവിശേഷതകൾ എന്നിവ പഠിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ മെയിൻ ടൂൾ എന്ന് പറയുകയാണെങ്കിൽ യൂസ്ഡ് ഇൻ സർവേ മെത്തേഡിലെ ക്വസ്റ്റ്യനെയർ, ഇന്റർവ്യൂ, ഷെഡ്യൂൾ ആൻഡ് ഒബ്സർവേഷൻസ് ആണ്. നെക്സ്റ്റ് വാട്ട് ഈസ് അലൈനേഷൻ, എന്താണ് അന്യവൽക്കരണം? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദെൻ it is a situation in which individual feel separated or disconnected from their work, society or their own sense of self. ഇവിടെ അന്യവൽക്കരണം എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ ജോലി, അവൻ്റെ സമൂഹം അല്ലെങ്കിൽ സ്വന്തം സ്വയബോധം എന്നിവയിൽ നിന്നെല്ലാം അകന്നു പോവുക എന്നൊരു തോന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അന്യവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അക്കോർഡിംഗ് ടു മാർക്സ്, വർക്കേഴ്സ് ബിക്കം അലൈൻഡ് വിൻ they have no control over the production process and the products they create, leading to feeling of powerlessness and isolation. ഇവിടെ മാക്സിന്റെ അഭിപ്രായത്തിൽ തൊഴിലാളികൾക്ക് ഉൽപാദന പ്രക്രിയയിലും അവർ നിർമ്മിക്കുന്ന വസ്തുക്കളിലും നിയന്ത്രണമില്ലാതെ വരുമ്പോൾ അവർക്ക് നിരാശ, അസഹായത, ഒറ്റപ്പെട്ട നില എന്നിവ അനുഭവപ്പെടുമെന്നാണ് മാക്സിലൂടെ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അനലൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ ഒരു സാമൂഹിക ഘടനയും സാമൂഹിക വർഗീകരണവും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ സാമൂഹിക ഘടന പറയുമ്പോൾ സമൂഹത്തിലെ സ്ഥാപനങ്ങളും ദെൻ ബന്ധങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് എന്ത് പറയുന്നത്, സോഷ്യൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ സാമൂഹിക വർഗീകരണം അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ സമൂഹത്തിലെ ജാതി ഒക്കെ ഒരുപാട് ജാതികളുണ്ട്, ദെൻ വർഗം, ലിംഗം ആൻഡ് സമ്പത്ത്, അധികാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അല്ലെ ഇങ്ങനെ എന്താ പാളികളാക്കിയിട്ട് വിഭജിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഇവിടെ സാമൂഹിക ഘടന സാമൂഹിക വർഗത്തിനുള്ള ചട്ടക്കൂട് നൽകുന്നുണ്ട്. ഇപ്പൊ കുടുംബം, ജാതി, മതം, വിദ്യാഭ്യാസം, സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് വിഭവങ്ങളുടെയും പദവിയുടെയും അസമമായ വിതരണത്തിലേക്ക് നയിക്കുന്ന സ്ഥാപനങ്ങളും റോളുകളും അത് സൃഷ്ടിക്കുന്നുണ്ട്. ദെൻ സാമൂഹിക വർഗീകരണം പറയുകയാണെങ്കിൽ സാമൂഹിക ഘടനയുടെയും ഒരു അവിഭാജ്യ ഘടകമാണ്. ഇപ്പൊ ജാതി, വർഗം, ലിംഗഭേദം എന്നിവയുടെ ശ്രേണികൾ സമൂഹത്തിന്റെ ഘടനയിൽ ഉൾച്ചേർന്നിടത്തും കൂടാതെ ഉയർന്നതും താഴ്ന്നതുമായ സാമൂഹിക സ്ഥാപനം നിർണ്ണയിക്കുന്നത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് സോഷ്യൽ ഓർഡർ ഇൻ അർബൻ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ നഗരത്തിലെ ഒരു സാമൂഹിക നിയന്ത്രണം നമുക്ക് നോക്കാം. ഇവിടെ നഗര സമൂഹത്തിലെ സാമൂഹിക ക്രമം എന്ന് പറയുമ്പോൾ എന്താണ്? നഗര ജീവിതത്തിലെ സ്ഥിരതയുടെയും ഐക്യത്തിൻ്റെയും അവസ്ഥയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ വ്യക്തികളും ഗ്രൂപ്പുകളും പൊതുവായ നിയമങ്ങളെ, മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഇന്ത്യയുടെ പാലിക്കുന്നുണ്ട്. നഗരങ്ങളിൽ താമസിക്കുന്ന വൈവിധ്യമാകുന്ന ആളുകൾക്കിടയിൽ സുഗമമായ ഇടപെടൽ ഉറപ്പാക്കുകയും സാമൂഹിക വൈവിധ്യവും സങ്കീർണതയും ഉണ്ടായിരുന്നിട്ടും സമാധാനം, അച്ചടക്കം, സഹകരണം എന്നിവ നിലനിർത്താൻ അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഒന്നെന്താണ്? ഫോർമൽ റൂൾസ് ആൻഡ് ലോ ആണ് അല്ലെ, ഔപചാരിക നിയമങ്ങളും അവിടെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഇംപേഴ്സണൽ സോഷ്യൽ റിലേഷൻസ് ആണ്, വ്യക്തിപരമല്ലാത്ത സാമൂഹിക ബന്ധങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് സോഷ്യൽ കൺട്രോൾ മെക്കാനിസം ആണ് സാമൂഹിക നിയന്ത്രണ സംവിധാനങ്ങൾ. ഡൈവേഴ്സിറ്റി ആൻഡ് ടോളറൻസ്, വൈവിധ്യവും സഹിഷ്ണുതയും. സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷനും തൊഴിൽ വിഭജനവും നമുക്ക്
കാണാൻ പറ്റും. Then what is the sustainable development in contemporary society? സമകാലിക സമൂഹത്തിലെ സുസ്ഥിര വികസനം എന്താണെന്ന് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എന്താണ് സുസ്ഥിര വികസനം? ഇവിടെ ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ ബാധിക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയാണ് ഏത് പറയുന്നത്? വികസന രീതിയാണ് നമ്മൾ സുസ്ഥിര വികസനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആധുനിക സമൂഹത്തിൽ ഇത് സാമ്പത്തിക വളർച്ച, സാമൂഹിക നീതി, പരിസ്ഥിതി സംരക്ഷണം എന്നിവ തമ്മിൽ സമതുലിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ആധുനിക സമൂഹത്തിൽ വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ഉപഭോഗ സംസ്കാരം എന്നിവ മൂലം മലിനീകരണം, കാലാവസ്ഥാ മാറ്റം, വിഭവക്ഷയം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതിൽ പരിഹാരമായി സുസ്ഥിര വികസനം എന്ന അനിവാര്യമായിട്ട് വന്നു. ഇവിടെ പാരിസ്ഥിതിക സംരക്ഷണം നോക്കുകയാണെങ്കിൽ പ്രകൃതി വിഭവ സംരക്ഷണവും പുതുക്കാവുന്ന ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം നമ്മളുടെ പ്രോത്സാഹിപ്പിക്കുന്നു. സാമ്പത്തിക വികസനത്തിൽ ദീർഘകാല സാമ്പത്തിക വളർച്ച അത് ഉറപ്പാക്കുന്നുണ്ട്. സാമൂഹിക നീതി നോക്കുകയാണെങ്കിൽ ദാരിദ്ര്യം കുറയ്ക്കുകയും അതിരുകളിലുള്ള സമൂഹങ്ങളെ സംരക്ഷിക്കുകയും അത് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലം? ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ എന്താ ചെയ്യുക, ഓരോ ടോപ്പിക്കും ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ എക്സാമിന് പഠിച്ചിരിക്കേണ്ടവയാണ്. അപ്പോൾ ഈ നോട്ട് കിട്ടാൻ എങ്ങനെയാണ് അറിയാലോ? കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ 2 ലിങ്ക് ഉണ്ടാക്കും. അതിലൊന്ന് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്കാണ്. മറ്റേ ലിങ്ക് ഏതാണെന്ന് അറിയാലോ? നമ്മുടെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നോട്ട്സ് മാത്രമല്ല, ഒരു ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യോളജിയുടെ ഓരോ ചാപ്റ്റേഴ്സും വളരെ സൂക്ഷ്മമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൈക്രോബിറ്റ് ചാപ്റ്റർ സമ്മറി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഓൾ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിന് മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോക്ക് എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ വരെ ബൈ.